കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ല, പ്രിയ അത്രയ്ക്ക് മൂഡ് ഓഫ് ആണോ? അതെ അമ്മ, കഴിഞ്ഞ ദിവസത്തെ സംഭവം കൂടി ആയപ്പോഴേ അവൾ ആകെ തകർന്നിരിക്കുക. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ വേണ്ടിയാ അവൾ ഈ കടുങ്കയൊക്കെ കാണിച്ചത്. അത് വലിയ ഡാമേജ് ആയിപ്പോയി മോളെ. എന്താ? എടുത്തുചാട്ടമായി പോയി. അവന്റെ സ്വഭാവം അത്രയ്ക്ക് ബാഡാണെന്ന് അവക്കല്ലേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത്. അവൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയും? എത്രയും പെട്ടെന്ന് നല്ലൊരു മാരേജ് നടത്തി അവളെ ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യിക്കണം. വല്ല ഫോറിൻ കൺട്രീസ് എവിടെയെങ്കിലും ഒക്കെ പോയി കൺട്രി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യട്ടെ, അല്ലേ? ആ ബേട്ടി, കുട്ടി നമ്മുടേതാ, പക്ഷേ ലൈഫ് നമ്മുടേതല്ല. ഉള്ള ലൈഫ് കറക്റ്റായി റണ്ണിങ് ആയില്ലെങ്കിലേ നമ്മുടെ ലൈഫേ റണ്ണൗട്ടായി പോവും. ഇനി അവളുടെ കാര്യത്തില് ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അമ്മ. ഇപ്പൊ അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. അതൊന്ന് നേരെയാവാൻ ഒരു യാത്ര വേണം. മഹാശക്തിയായ ദേവിയുടെ മുന്നിൽ ഒരു 2 ദിവസം അവളിരുന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മ. അപ്പൊ മനസ്സൊന്ന് ശാന്തവും. എന്താ ചെയ്യേണ്ടതെന്ന് ദേവി തന്നെ അവക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അയ്യോ, ഞാൻ ഇറങ്ങട്ടെ അമ്മ, സമയം ഒരുപാടായി. ശരി മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അമ്മ, പോയിട്ടരവേ. എന്റെ കണ്ണ, എന്റെ മോളെ കാത്തോളണേ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അടുത്തയാഴ്ച കേസിന് ട്രയൽ തുടങ്ങിയ പഴയ പ്രോസിക്യൂട്ടർ മാറി. ആരാ പുതിയ പ്രോസിക്യൂട്ടർ? അഡ്വക്കേറ്റ് നന്ദനുണ്ണി. ആള് നല്ല മിടുക്കനാ. വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും ജയിച്ചിട്ടുള്ള ആളാ. നന്നായി. അവന് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടക്കട്ടെ. അവിടെ കിടന്ന് നരകിക്കുവാൻ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, വൈഫിനിപ്പോ എങ്ങനെയുണ്ട്? ജീവിക്കുന്നു, അത്ര തന്നെ. ഇപ്പൊ പഴയ പോലെ ബഹളം വെച്ച് കരയുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വറ്റിയതുകൊണ്ടാവും അവളിപ്പോ കരയാറ് പോലും ഇല്ല. വിധി അനുഭവിച്ചല്ലേ പറ്റൂ. പ്രിയ അവിനാശിനോട് പകരം വീട്ടാൻ ഒരു മണ്ടത്തരം കാട്ടി. ഞാൻ അറിഞ്ഞു. സുധാകരൻ നായർ വിളിച്ചിരുന്നു. അവളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇനി അതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് DK പ്രിയയോട് പറയണം. പോകേണ്ടയാള് പോയി. ശിക്ഷ കോടതി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ദൈവം കൊടുക്കട്ടെ. വെറുതെ ജീവിതം പാഴാക്കി കളയരുതെന്ന് ഒന്ന് പറയണം അവളോട്. ഒരു വിവാഹം കഴിക്കാൻ ഞങ്ങളെല്ലാവരും അവളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല. അവന്റെ നാശം കണ്ടിട്ടേ ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നാ പ്രിയയുടെ തീരുമാനം. അത് പറ്റില്ല DK. അവളൊരു പെൺകുട്ടിയാ. നമ്മൾ ആണുങ്ങളെ പോലെയല്ല. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടായേ പറ്റൂ. രാജുവിനെ ഓർത്ത് ഇനി ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൻ പോയി. അല്ലെങ്കിലും ആയുസ് മുഴുവനും അവനെ ഓർത്ത് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. ആ, എനിക്ക് അവളൊരു വാക്ക് തന്നിട്ടുണ്ട്. അത് സത്യമായാൽ അവൾ വിവാഹത്തിന് സമ്മതിക്കും. നന്നായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ DK. മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറണം. അവൾക്ക് ഉറങ്ങാനുള്ള മരുന്ന് വാങ്ങാനാ. ഇപ്പോ ഉറക്കമൊക്കെ വളരെ കുറവാ. ചേച്ചി
നമ്മൾ പോകുന്നത് ഏത് ക്ഷേത്രം എന്നാ പറഞ്ഞ? ഇതോ, ഇത് കാപ്പിൽ ശിവക്ഷേത്രം. ഓ, അത്ര പ്രശസ്തമായ ക്ഷേത്രമാണോ അത്? അങ്ങനെ പ്രസിദ്ധമായ ക്ഷേത്രമൊന്നുമല്ല, പക്ഷെ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രം, ഒരുപാട് ശക്തിയുള്ള ക്ഷേത്രം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലേ എന്തും നടക്കുന്ന സ്ഥലമെന്നാ പറഞ്ഞത്. കടലിലേക്ക് ദർശനമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 9 ക്ഷേത്രങ്ങളിലൊന്ന്. ആഹാ. പണ്ട് സുനാമി വന്നിട്ട് പോലും ആളുകൾക്ക് ഒരു കുഴപ്പം വരാതെ ശിവഭഗവാൻ രക്ഷിച്ചു എന്ന് പറയുന്നു. അവിടെ നമുക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവോ ചേച്ചി? ഏട്ടനവിടെ താമസമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഓ, അർജുനേട്ടൻ കേട്ടിട്ടുണ്ടോ ഈ ക്ഷേത്രത്തെ പറ്റി? ഏയ് ഇല്ലില്ല, എനിക്ക് ആ ക്ഷേത്രത്തെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ DK സാറ് പറഞ്ഞതല്ലേ, അപ്പൊ അതൊരു ഗംഭീര ക്ഷേത്രമായിരിക്കും. 5000 വർഷത്തെ പഴക്കമുണ്ടെന്നല്ലേ പറയുന്നേ, അപ്പൊ പിന്നെ ഗംഭീരാവാതിരിക്കോ? 5000 വർഷോ? ആ, അങ്ങനെ കേക്കുന്നെ. അർജുനേട്ടാ, നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു. ആ അർജുൻ, പോകുന്ന വഴിക്ക് ഏതെങ്കിലും കരിക്കട കണ്ടാ ഒന്ന് നിർത്തണേ. ശരി മാഡം, നിർത്താം. അനാഥാലയത്തിലേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്ത് ആ കൊടുത്തായിരുന്നു. കൊടുത്തായിരുന്നു സാർ. ആ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേറൊന്നുമില്ല. ആ, ചെല്ല്, ഞാൻ വരാം. ശരി സാർ. ഹലോ, തെന്മല പോലീസ് സ്റ്റേഷൻ. എന്താ സാറേ? DK അല്ലേ? ദേവകൃഷ്ണ. അതെ. എന്താ സാർ, എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്. ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, അത്യാവശ്യം. എന്താ, എന്തു പറ്റി? പറ്റിയതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ വേഗം ഇങ്ങ് വാ. സർ, സർ എന്താടോ? പ്ലീസ് സർ, എനിക്ക് ആ ഫോണും തരാമോ? ഓക്കെ. DK, രക്ഷിക്കണം DK, ഞങ്ങളൊരു അപകടത്തിലാണ്. ഗോകുൽ, എന്തു പറ്റി? അത് DK ഒന്ന് വേഗം വാ, ഞങ്ങളാകെ പേടിച്ചിരിക്കുക. DK, ആ മതി മതി. ഇതാ. കേട്ടല്ലോ മിസ്റ്റർ DK, സമയം കളയാനില്ല. നിങ്ങൾ വേഗം വാ. എന്താ സംഭവിച്ചത്? അറിയില്ല സർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആദ്യം ബാലുവിന്റെ നിലവിളി കേട്ടു, പിന്നെ മായച്ചിയുടെ നിലവിളി കേട്ടു. ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. കള്ളം പറയുന്നോടാ. സത്യം പറ, എന്താ സംഭവിച്ചത്? അറിയില്ല സർ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആദ്യം ബാലുവിന്റെ നിലവിളി കേട്ടു, പിന്നെ മായച്ചിയുടെ നിലവിളി കേട്ടു. ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. കള്ളം പറയുന്നോടാ. കൂട്ടത്തിൽ 2 പേരെ കൊല്ലാനാണോ നിങ്ങൾ ഈ മല കയറി വന്നത്? അയ്യോ സർ, സർ, ആരുടെ ബുദ്ധിയാടാ അത്? പറയടി, അവര് തമ്മിൽ വേറെ വല്ല ബന്ധം ഉണ്ടായിരുന്നു? സർ, സത്യം പറയടി. സാർ ചോദിച്ച കേട്ടില്ലേ? സത്യം പറയടി. ഇല്ല സർ, മായച്ചയുടെ അനിയനാ ബാലു.
എന്റെ ഹസ്ബൻഡാ ബാലു. ബാലു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങള് എല്ലാരും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. എന്നിട്ടാണോടി രണ്ടെണ്ണത്തിനെ കാണാതായത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ഡോ, ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. ശരി സാർ. സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏട്ടനും കൂടി വരേണ്ടതായിരുന്നു. ഏട്ടൻ എന്തിനാ നമ്മൾ ഒറ്റയ്ക്ക് വിട്ടത്? ഏട്ടന് ഒരുപാട് ജോലിയുണ്ട് മോളെ, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞത്. തന്നെയല്ല, നിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയല്ലേ. നമ്മൾ മാത്രം മതി നേട്ടം പറഞ്ഞ്. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അർജുനുണ്ടല്ലോ നമ്മുടെ കൂടെ. ചേച്ചി, ഈ കാപ്പിൽ ക്ഷേത്രത്തിൽ ശിവ മാത്രമേ ഉള്ളോ? ദേവിയില്ലേ? ആ, അവിടെ ദേവിക്ക് ഒരു ക്ഷേത്രം ഉണ്ടെന്നാ കേട്ടത്. ക്ഷേത്രത്തിനോട് ചേർന്ന് വലിയൊരു ബീച്ചാ. ബീച്ചോ? അതെ. പണ്ട് കാപ്പിൽ ക്ഷേത്രത്തിന് മുമ്പിലുള്ള കടൽ തീരത്ത് കർക്കിടക മാസത്തിലെ വാവുബലിക്ക് വലിയ ബലികർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാ കേട്ടിട്ടുള്ളത്. അപ്പോ ഇപ്പൊ അതില്ലേ? ആ, അറിയില്ല, കാണുമായിരിക്കും. ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായി, ബീച്ച് കാണാലോ. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോകുന്ന കാര്യമായി പറയണേ? കാപ്പിൽ ശിവക്ഷേത്രത്തെ കുറിച്ച്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോണവരാണോ? അതെ അതെ, ഞാനും അങ്ങോട്ടേക്കാട്ടോ. ആ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാ അങ്ങോട്ടേക്ക് പോണേ. ആ, അവിടെ ചില പ്രത്യേക നേർച്ചകളും വഴിപാടുകളും നടത്തുന്നതായിട്ട് അറിഞ്ഞിട്ട് വന്നതാ. ശരി. അല്ല ചേട്ടാ, ഇവിടുന്ന് ഇനി അങ്ങോട്ട് ബസ് കിട്ടോ? ഇവിടുന്ന് ഇനി അങ്ങോട്ട് ബസ്സൊന്നും കാണാൻ വഴിയില്ല. ഇവിടുന്ന് 3-4 കിലോമീറ്റർ അപ്പുറം ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് നിന്നാലേ ബസ് കിട്ടും. ചേച്ചി ഒരു കാര്യം ചെയ്യ, ഞങ്ങളുടെ കൂടെ പോരെ. വണ്ടിയിൽ എന്തായാലും സ്ഥലമുണ്ടല്ലോ. അർജുൻ, പോവാം. ശരി മാഡം. വാ ചേച്ചി. അല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ചേച്ചി വാ. വാ. ചേച്ചി കയറിക്കോ. ചേച്ചിയെ, ആള് കയറാണ്ടേ, ആള് കയറാണ്ടേ, ആള് കയറാണ്ടെന്നേ. നിങ്ങളാരാ? എന്താ വിളിച്ചേ? ഹൈ, ഡോറ് തുറക്കുന്നേ. നിങ്ങളിത് എങ്ങോട്ടാ കേറുന്നേ? അമ്പലത്തിൽ പോണ്ടേ? ചേച്ചി എന്ത് പണിയായി കാണിക്കണേ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഇവരോട് അങ്ങ് പോവാ. ചേച്ചിയോ? ഹൈ, ഇത് ചേച്ചിയുടെ ആരെങ്കിലും ആണോ? അയ്യോ, അത് പറയാൻ മറന്നു. ഇതെന്റെ ആങ്ങളെയാ. അപ്പോ ഇയാളെയും കൊണ്ടുപോണോ? പിന്നെ അല്ലാണ്ട് എന്നെ വഴി കളഞ്ഞിട്ട് പോവുകയാണോ? ഹൈ, എന്ത് കഷ്ടാ കുട്ടി ഈ പറയണേ. ചേച്ചി, ചേച്ചി തനിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ കൊണ്ടുപോകാന്ന് വിചാരിച്ച. ഇതിപ്പോ പ്രിയ, എന്തായാലും ക്ഷേത്രത്തിലേക്കല്ലേ, നമ്മുടെ കൂടെ പോന്നോട്ടെ. ചേച്ചി നല്ല മനസ്സുള്ള ചേച്ചി ആട്ടോ. ആ കുട്ടി ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നേ. നീങ്ങിയിരിക്കുന്നേ. കുട്ടിയെ, ഞാൻ കുട്ടിയൊന്നും അല്ല. കുട്ടിയായാലും വലുതായാലും സാരമില്ല. നമുക്ക് പോണ്ടേ? കുട്ടി അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. കുട്ടിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതെ, ഇത് ഞങ്ങൾ സ്ത്രീകൾ മാത്രം പോകുന്നൊരു യാത്രയാ. അപ്പോ ഇയാളോ?
എന്റെ കുട്ടിയെ ആണായാലും പെണ്ണായാലും പെരുമാറ്റത്തിൽ ഇത്തിരി മര്യാദയൊക്കെ വേണം കേട്ടോ. പിന്നെ ഇപ്പൊ ദൈവത്തിനെ തൊഴാൻ പോവല്ലേ, അതിന് ഇത്തിരി ഭക്തിയും കൂടെ വേണം. അയ്യോ, നിങ്ങളൊന്ന് വാടക്കുന്നുണ്ടോ? എന്റെ വാടച്ചിട്ട് എന്താ കാര്യം കുട്ടിയെ? ചേട്ടന്താ വണ്ടി എടുക്കാത്തെ? വണ്ടി എടുക്കുന്നേ, വണ്ടി പോട്ടെ. ശരി മേഡം. ഇങ്ങോട്ട് മാറി നിക്കടേ. നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ഇങ്ങോട്ട് മാറി നിക്കടേ. അവന്മാര് പറഞ്ഞത് തന്നെയാണോടി സത്യം, അതോ രഹസ്യമായി കൊന്ന് കുഴിച്ചു മൂടിയതാണോ? അല്ല മാഡം, ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കാണാതെ പോയത് എന്റെ ഹസ്ബൻഡിനെ. ഇക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കള്ളം പറയുന്നു മാഡത്തിന് തോന്നുന്നുണ്ടോ? അവളുടെ ഒരു ഭർത്താവ് കാമുകന് വേണ്ടി കെട്ടിയോമാരെ ശ്വാസം മുട്ടിച്ചും വെട്ടിക്കണ്ടിച്ചും കഷായം കൊടുത്തും കൊല്ലുന്ന കാലമല്ലേ ഇത്? അന്നേരം അവളുടെ ഒരു ഭർത്താവ്. സത്യം പറയടി, ആരാ അവരെ തട്ടിക്കൊണ്ടുപോയത്? അവളുടെ ഒരു ഭർത്താവ് കാമുകന് വേണ്ടി കെട്ടിയോമാരെ ശ്വാസം മുട്ടിച്ചും വെട്ടിക്കണ്ടിച്ചും കഷായം കൊടുത്തും കൊല്ലുന്ന കാലമല്ലേ ഇത്? അന്നേരം അവളുടെ ഒരു ഭർത്താവ്. സത്യം പറയടി, ആരാ അവരെ തട്ടിക്കൊണ്ടുപോയത്? സത്യം പറഞ്ഞോളണം. എന്റെ പൊന്ന് മാഡം, ഞങ്ങൾ എങ്ങനെ സംശയിക്കരുത്? ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. കാണാതായത് ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെയാ. അതിന് ഞങ്ങളെ തന്നെ ഇങ്ങനെ സംശയിക്കരുത്. ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയൊക്കെ തെറ്റ് ചെയ്തോ, കുറ്റം ചെയ്തോ, കൊലപാതകം ചെയ്തോ എന്നൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചോളാം. നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണെന്ന് വല്ലതും തെളിഞ്ഞ ചവിട്ടി നിന്റെയൊക്കെ നോട് ഓടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായി? ഇവളുമാര് വല്ലതും പറഞ്ഞോ? ഇല്ല സാർ, അവന്മാര് പറയുന്നത് തന്നെ എവരും പറയുന്നത്. ഏതാണ്ടൊക്കെ പറഞ്ഞു പഠിപ്പിച്ച പോലെ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച സത്യങ്ങളല്ല ഇവിടെ വേണ്ടത്, കൺമുന്നിൽ കണ്ട സത്യങ്ങളാ. സത്യം പറ, അവര് രണ്ടുപേരും കൂടി ഒളിച്ചോടിയതാണോ, അതോ യാത്രക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ എല്ലാരും കൂടി അവരെ കാച്ചിയതാണോ? എന്റെ പൊന്ന് സാറേ, മഹാപാപം പറയല്ലേ. സാറുമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വെറുതെ വിട്. ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അനിയനെയും ചേട്ടത്തെയും ഒക്കെയാ. സംഭവം നടന്നിട്ട് ഇത്രയും സമയമായി, നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും അന്വേഷിച്ചോ? ആഹാ, നീ കേസന്വേഷണം ഞങ്ങളെ പഠിപ്പിക്കണോ? ഒരര മണിക്കൂർ സമയം കൂടി തരും. അതിനുള്ളിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് നീയൊക്കെ ശരിക്കും അറിയും. ഓർത്തോ? മര്യാദയ്ക്ക് സത്യം പറയടി. ഹലോ, എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. നോ, അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ ഉടനെ അങ്ങ് എത്തും. ശരി. അമ്മയോട് എന്ത് പറയും? എന്താ അമ്മേ? മൈസൺ, പിള്ളേരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരും ഫോൺ എടുക്കുന്നില്ല. അമ്മേ, ഞാൻ അവരെ കാണാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്ത് പറ്റി? നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല,
ഞാൻ അവിടെ ചെന്നിട്ട് അമ്മ വിളിക്കാം. അമ്മ ഫോൺ വെക്കേ. എടാ ദേവാ, ഫോൺ വെക്കല്ലേ. എടാ മോനെ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറയടാ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കാര്യം പറയടാ. അമ്മ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി. എടാ ഫോൺ. മൈ ലിറ്റിൽ കണ്ണ, എന്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കല്ലേ. അവരെ കാത്തോളേ കണ്ണ. എന്റെ കൃഷ്ണ.